അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടമുള്ള മക്കളെ, നമ്മളെ 8ാം ക്ലാസിന്റെ ഉറൂസുൽ ഇസ്ലാമിലെ തദ്രീബാത്ത് ഏത് പാഠത്തിന്റെ ഒന്നാമത്തെ പാഠം ഖുൽ ഹുവല്ലാഹു അഹദ്. വായിക്കാനുള്ളത് വായിക്കണം കേട്ടോ. ഇനി നമ്മൾ അടുത്ത എന്താണ് എഴുതാനുള്ളതിലേക്കാണ് പോകുന്നത്. വായിക്കുക, എഴുതുക. അത് നമ്മൾ എഴുത്ത് വൃത്തിയിൽ എഴുതണം കേട്ടോ. എഴുത്ത് ഉഷാറാക്കാൻ എല്ലാവരും പരിശ്രമിക്കണം. കൂപ്പി എഴുതുമ്പോലെ സാവകാശം സമയം എടുത്തിട്ട് എഴുതണം. വായിച്ചു നോക്കിയാലോ. അല്ലാഹു തആലക്ക് തുടക്കവും ഒടുക്കവുമില്ല. താഴെതുപോലെ വൃത്തിയിൽ എഴുതുക. 2, അല്ലാഹു തആലയുടെ വുജൂദ് അനിവാര്യമാണ്. അള്ളാഹ് ഉണ്ടാകുക എന്നുള്ളത് ഒരു അനിവാര്യമാണ്. വുജൂദാണ് ഉണ്ടാകുക. അത് അതുപോലെ തന്നെ എഴുതുക. അല്ലാഹു തആല മുഴുവൻ വസ്തുക്കളെയും പടച്ചു. അതും അതുപോലെ തന്നെ എഴുതുക. നമ്മൾ കാണുന്നതും കാണാത്തതുമായ എല്ലാ വസ്തുക്കളെയും അല്ലാഹു തആല പടച്ചതാണ്. ഇനി 4, അല്ലാഹു തആല സർവശക്തനും സർവജ്ഞനുമാണ്. അതും അതുപോലെ തന്നെ താഴത്ത് വൃത്തിയിൽ എഴുതട്ടോ. 5, അല്ലാഹു തആല ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണ്. അല്ലാഹു തആല ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണ്. അതങ്ങനെ ഇത്. ഇനി 6, അല്ലാഹു തആല ആരെയും ആശ്രയിക്കുന്നില്ല. അതും അങ്ങനെ തന്നെ അങ്ങനത്തെ ഇത് വൃത്തിയിലൂടെ എഴുതും വേണം. നമ്മൾ വിഷയം ഉൾക്കൊള്ളുകയും വേണം. ഇനി ഉത്തരം എഴുതാനാണ് രണ്ടാമത്തത്. അല്ലാഹു തആലയെ ആശ്രയിക്കുന്നു. ആർ, എപ്പോൾ. ഒരു സിമ്പിൾ ആൻസറാണ്. സദാസമയവും എല്ലാ സൃഷ്ടികളും അവനെ ആശ്രയിക്കുന്നു. ഒരു സമയം ഒഴിവില്ല. എല്ലാ സമയത്തും എല്ലാ സൃഷ്ടികളും. ഇനി അടുത്തത്. ഒന്നിലധികം ഇലാഹുകൾ ഉണ്ടായാൽ എന്ത് സംഭവിക്കും? പ്രസക്തമായൊരു ചോദ്യമാണ്. നമ്മളെ വിശ്വാസം ഏക ഇലാഹേ ഉള്ളൂ എന്ന, അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന. അതിന് വിപരീതമായി ഒരാൾ ചോദിക്കുകയാണ്, ഒന്നിലധികം ഇലാഹുകൾ ഉണ്ടെങ്കിൽ, ആരാധിക്കപ്പെടുന്ന വസ്തുക്കൾ ഉണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്ന അർഹനുള്ള ഒരാളുണ്ടെങ്കിൽ എന്താവോ സംഭവിക്കുക? നമുക്ക് ചെറിയ രൂപത്തിൽ പറയാം. 2 ഇലാഹുകൾ ഉണ്ടെങ്കിൽ ഒരാൾ പ്രപഞ്ചത്തെ പടക്കാൻ ഉദ്ദേശിക്കും. മറ്റയാൾ വേണ്ടെന്ന് വെക്കുകയും ചെയ്യുന്നുവെങ്കിൽ എന്താണ് സംഭവിക്കുക? വേണ്ടെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു ഇലാഹു പറയുന്നു ഞാൻ പ്രപഞ്ചം പടക്കുന്നു, അവിടെ സങ്കല്പിക്കുകയാണ് നമ്മൾ. മറ്റൊരു ഇലാഹു പറയാണ് പ്രപഞ്ചം സൃഷ്ടിക്കണ്ട. അപ്പൊ എന്ത് സംഭവിക്കും? 2 ചോയ്സാ. പ്രപഞ്ചം നിലവിൽ വരികയാണെങ്കിൽ വേണ്ടെന്ന് ഉദ്ദേശിച്ചവൻ ഇലാഹല്ലെന്ന് വ്യക്തം. 2 ഇലാഹും 2 വിഷയത്തിൽ ഉറച്ചു നിന്നു. പടക്കണം, പടക്കണ്ട. പടക്കണമെന്ന് പറഞ്ഞ ഇലാഹു പറഞ്ഞതുപോലെ പ്രപഞ്ചം നിലവിൽ വന്നു. എന്നാൽ പ്രപഞ്ചം പടക്കണ്ട എന്ന് പറഞ്ഞവൻ ഇലാഹല്ല. ഒപ്പന്നെ. ഈ പ്രപഞ്ചം നിലവിൽ വന്നില്ലെങ്കിൽ വേണമെന്ന് ഉദ്ദേശിച്ചവൻ ഇലാഹല്ലെന്ന് വ്യക്തം. ഒന്നാമൻ പറഞ്ഞു ഞാൻ പ്രപഞ്ചം പടക്കുകയാണ്. രണ്ടാമൻ പറഞ്ഞു വേണ്ട. എന്നാ പ്രപഞ്ചം പടച്ചിട്ട് പടച്ചില്ല, പടപ്പായി വന്നില്ല എങ്കിൽ ആ പറഞ്ഞവൻ എന്തില്ല, അവനെന്ത് കഴിവാണുള്ളത്? കഴിവാർക്കാണ്? പ്രപഞ്ചം പടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞവനാകും. അപ്പൊ ഒന്നാമത്തെ ഇലാഹ്, ഒന്നാമത്തെ ഒരുങ്ങിയാള് ഇലാഹല്ലെന്ന് വ്യക്തം. ഇനി അറിയാണ്, ഒരേ സമയം പ്രപഞ്ചം ഉണ്ടാകലും ഒരേ സമയം പ്രപഞ്ചം ഉണ്ടാവുകയും ഇല്ലാതിരിക്കുകയും ചെയ്യുകയും ഇല്ലല്ലോ. പ്രപഞ്ചം ഉണ്ടല്ലവനെ. ഈ പ്രപഞ്ചം ഉള്ള പ്രപഞ്ചത്തിനെ പറ്റി ഒരു സമയത്ത് പറയാം പ്രപഞ്ചം ഇല്ല, പ്രപഞ്ചം ഉണ്ട്. അത് ബുദ്ധിയുള്ളവൻ പറയില്ല. ഈ പ്രപഞ്ചം ഉണ്ട് അല്ലെങ്കിൽ പ്രപഞ്ചമല്ല. പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടോ പെട്ടില്ലേ? പെട്ടിട്ടുണ്ട്. എങ്കിൽ എങ്ങനെ? അത് ഒന്നാമത്തെ ഇലാഹ് പഠിച്ചതാണ്.
ആ രണ്ടാമത്തോന്റെ ആവശ്യമല്ല. രണ്ടാമത്തെ ഇലാഹ് പഠിച്ചതാണെന്ന് ഒന്നാമത്തെ ആവശ്യമല്ല. അപ്പൊ ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവ് വേണം, അത് ഏകനെ പറ്റൂ. ചുരുക്കി പറഞ്ഞതാണ്, വലിയ വിഷയമാണ്. ഒന്നുമല്ല, വിവരമില്ലാത്തവർ മാത്രമാണ് ഏക ഇലാഹിനപ്പുറം ചിന്തിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മറ്റൊന്ന്, അള്ളാഹു ഏകനാണെന്നതിന് നാം കാണുന്ന രണ്ട് ദൃഷ്ടാന്തങ്ങൾ ഇഷ്ടം പോലെ പറയാം. ഞാൻ ഒന്നുകൂടെ എഴുതി. ദിവസേന സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യനും ചന്ദ്രനും അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാകും. കാരണം എന്തുകൊണ്ട്? സൂര്യനും ചന്ദ്രനും ഇതുവരെ അതിന്റെ കറക്കം നിർത്തിയിട്ടില്ല. എന്തുകൊണ്ട്? ഒരു ഇലാഹ് പറയാണ് സൂര്യൻ കറങ്ങണ്ട, ആ മറ്റേ ഇലാഹ് പറയും കറങ്ങണം, പ്രശ്നമാകും. അപ്പൊ ഇതിങ്ങനെ ഇത്രയും വരിതെറ്റാണ്ട് ക്രമത്തിൽ സൃഷ്ടിക്കപ്പെട്ടത് മുതൽ ഇന്ന് വരെ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏകനായൊരു സൃഷ്ടാവുണ്ട്. വേറൊന്ന് പറയാം. അടുത്ത ചോദ്യം, ഏക ഇലാഹും പ്രപഞ്ചവും എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കുക. അത് ഞാൻ പുസ്തകത്തിൽ കാണിച്ചു തരാം, വേണ്ട എഴുതിക്കോളിട്ടോ ഇൻഷാ അല്ലാഹ്. എല്ലാറ്റിന്റെയും ഉടമയും സൃഷ്ടാവും എല്ലാറ്റിനും കഴിവുള്ളവരുമാകുമ്പോൾ മാത്രമേ ഇലാഹു ആവുകയുള്ളൂ. അലാ ലഹുൽ ഖൽഖു വൽ അംർ തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. അറിയുക, സൃഷ്ടിപ്പും കൽപ്പനാധികാരവും അവനുള്ളതാണ്. ലോകരക്ഷിതാവായ അല്ലാഹു അനുഗ്രഹ സമ്പൂർണനാണ്. രണ്ട് ഇലാഹുകൾ ഉണ്ടെങ്കിൽ ഒരാൾ പ്രപഞ്ചത്തെ പടക്കാൻ ഉദ്ദേശിക്കുകയും മറ്റേയാൾ വേണ്ടെന്ന് വെക്കുകയും ചെയ്യുന്നുവെങ്കിൽ എന്താണ് സംഭവിക്കുക? പ്രപഞ്ചം നിലവിൽ വരികയാണെങ്കിൽ വേണ്ടെന്ന് ഉദ്ദേശിച്ചവൻ ഇലാഹല്ലെന്ന് വ്യക്തം. പ്രപഞ്ചം നിലവിൽ വന്നില്ലെങ്കിൽ വേണമെന്ന് ഉദ്ദേശിച്ചവൻ ഇലാഹല്ലെന്ന് വ്യക്തം. ഒരേ സമയം പ്രപഞ്ചം ഉണ്ടാവുകയും ഇല്ലാതിരിക്കുകയും ചെയ്യുകയില്ലല്ലോ. അങ്ങനെ നമ്മൾ കുറിപ്പ് തയ്യാറാക്കല്ലേ, അപ്പൊ കുറച്ച് പങ്കുകളൊക്കെ ഉണ്ടാവും. ഞങ്ങൾ വായിക്കൂലേ? അള്ളാഹുവേ, നിങ്ങളെ അറിവിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ ഇൽമ നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളെ ഉമ്മമാർക്ക് ദീർഘായുസ്സും നൽകണേ അല്ലാ. അവർക്കുള്ള എല്ലാ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാ. കലങ്ങളെ കൊണ്ട് അവരെയോ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെയോ നീ പരീക്ഷിക്കല്ല അല്ലാ. മൺമറഞ്ഞുപോയ ഞങ്ങളുടെ ഉസ്താദുമാരുണ്ട്, മാതാപിതാക്കളുണ്ട്, അവരെ ഖബർ വെളിച്ചമാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും ഏറ്റിത്തരണേ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.